ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ, നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, മറ്റു ഇഷ്ടജനങ്ങൾ എല്ലാവരെക്കാളും ഞാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, അൻത അഹബ്ബു ഇലയ്യ മിൻ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളെക്കാളും വലുത് അങ്ങ് തന്നെയാണ്. വമിൻ അബ്നാഇ, എൻ്റെ മക്കളെക്കാളും വലുത് അങ്ങ് തന്നെയാണ്. വമിൻ സായിരിന്നാസ്, മറ്റെല്ലാ ജനങ്ങളെക്കാളും. ഇല്ലാ മിൻ നഫ്സി, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്നത് അങ്ങ് തന്നെയാണ്. ഉള്ളതുപോലെ പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഹബീബ് പറഞ്ഞു, ലാ യാ ഉമർ, ആയിട്ടില്ല ഉമറേ. വമിൻ നഫ്സിക, നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. ഇതൊരു ഭയങ്കരമായൊരു ടാസ്ക്കാണ്. നമ്മുടെ ശരീരത്തെക്കാളും, നമ്മുടെ വിശ്രമം, നമ്മുടെ ഉറക്ക്, നമ്മുടെ ആവശ്യം, ഇതിൻ്റെയൊക്കെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ നമുക്ക് മുമ്പിൽ വെക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് പറയാൻ വലിയ എളുപ്പമാണ്, ജീവിതത്തിലേക്ക് പകർത്താൻ വലിയ ത്യാഗം വേണ്ടി വരും. സ്നേഹമുണ്ട് എന്ന് അവകാശപ്പെടൽ എളുപ്പമാണ്, പക്ഷേ ആ സ്നേഹത്തിൻ്റെ ശരിയായ പ്രകടനം അത് എളുപ്പമല്ല. അത് യഥാർത്ഥത്തിൽ മനസ്സിലുള്ളവർക്കേ പ്രകടിപ്പിക്കാൻ കഴിയൂ. ആ സ്നേഹം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം ചിന്തിച്ചു. റബ്ബേ, കാട്ടറബിയായി ജീവിച്ചിരുന്ന ഞാൻ, കൽഹൃദയനായി ജീവിച്ചിരുന്ന ഞാൻ, ആ എന്നെ ഹിദായത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചത് ഈ റസൂലിലൂടെയാണ്. അപ്പോഴാണ് എനിക്ക് ഈമാൻ ഉണ്ടായത്. എൻ്റെ ഈ ലോകത്തെ ജീവിതം അർത്ഥവത്തായത് എൻ്റെ ഈ റസൂല് കാരണമാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഞാൻ കൊതിക്കുന്നു. ആ സ്വർഗം സാധ്യമാവണമെങ്കിൽ ഈ ഹബീബിൻ്റെ ശഫാഅത്ത് എനിക്ക് വേണം. അപ്പം എൻ്റെ ഈ ലോകവും എൻ്റെ നാളത്തേതും ഹബീബിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഉമർ എന്നവർ പറയുന്നു, എന്നാൽ പിന്നെ എന്നെക്കാളും ഞാൻ ഹബീബിനെയല്ലേ സ്നേഹിക്കേണ്ടത്? ഫവഖഫ ഹുനൈഅ, കുറച്ചു നേരം ഉമർ എന്നവരിങ്ങനെ ഒരാത്മഗതം സ്വന്തത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അൽ ആൻ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഈ നിമിഷം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നബിയെ, അങ്ങ് എൻ്റെ ശരീരത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുകയാണ്, എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങാണ് നബിയെ. അപ്പോഴാ ഹബീബിൻ്റെ മറുപടി, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത്.